പ്രിയകുട്ടികളെ നമുക്ക് 11ാമത്തെ ഫോർമുല ആയിട്ടാണ് എനിക്ക് പഠിക്കേണ്ടത്. കുറേയൊക്കെ ഫോർമുല നമ്മൾ പഠിച്ചു. ഇടയ്ക്ക് 11ഉം 12ഉം 12ഇല്ല 11 പഠിക്കാനുണ്ടായിരുന്നു. 14, 15, 16, 17 ഇത്രയും കാര്യങ്ങൾ ഇടയ്ക്ക് വിട്ടാണ് നമ്മൾ പഠിച്ചത്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ 11 നോക്കാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 1. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. തീറ്റ ഏതും ആയിക്കോട്ടെ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1. ഈ തീറ്റ തന്നെ ഇവിടെ വന്നതേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന രണ്ട് റിസൾട്ടാണ്. സൈൻ സ്ക്വയർ തീറ്റ കാണാൻ 1 - കോസ് സ്ക്വയർ തീറ്റ മതി, കോസ് സ്ക്വയർ തീറ്റ കാണാൻ 1 - സൈൻ സ്ക്വയർ തീറ്റ മതി. അങ്ങനെ 3 ഫോർമുല. ഈ ആദ്യത്തെ ഫോർമുലയിൽ നിന്നാണ് ബാക്കി രണ്ടെണ്ണം. 1 + ടാൻ സ്ക്വയർ തീറ്റ സി സ്ക്വയർ തീറ്റ, അതാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. 1 + ടാൻ സ്ക്വയർ തീറ്റ സി സ്ക്വയർ തീറ്റ. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു സി സ്ക്വയർ തീറ്റ -1. 1 മാത്രം LHSലിട്ടാൽ 1 = സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റയാണ് 1. അപ്പോൾ 1 + ടാൻ സ്ക്വയർ തീറ്റ സി സ്ക്വയർ തീറ്റ പഠിച്ചു വയ്ക്കുവാണെങ്കിൽ ഈ രണ്ട് ഫോർമുല അതിൽ നിന്ന് വരുത്താം. 1 + കോട്ട് സ്ക്വയർ തീറ്റ കൊസി സ്ക്വയർ തീറ്റ പഠിക്കണം. 1 + കോട്ട് സ്ക്വയർ തീറ്റ കൊസി സ്ക്വയർ തീറ്റ അത് പഠിച്ചാൽ ബാക്കി രണ്ടെണ്ണം നമുക്ക് അതിൽ നിന്ന് കൊണ്ടുവരാം. കോട്ട് സ്ക്വയർ തീറ്റ കാണാൻ അതുമാത്രം LHSലിടുക, 1 RHSലേക്ക് പോട്ടെ. അപ്പോൾ കൊസി സ്ക്വയർ തീറ്റ -1. ഇനി 1 കാണാൻ 1 LHSലിടുക, കോട്ട് സ്ക്വയർ തീറ്റ RHSലേക്ക് പോട്ടെ. അപ്പോൾ കൊസി സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ആണ് 1. അപ്പോൾ മെയിനായിട്ട് ഈ മോളിൽ കിടക്കുന്ന 3 ഫോർമുലയാണ് പഠിക്കേണ്ടത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 1, 1 + ടാൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു സി സ്ക്വയർ തീറ്റ, 1 + കോട്ട് സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു കൊസി സ്ക്വയർ തീറ്റ. ഇനി നമ്മൾ ഈ 12 എന്ന് പറഞ്ഞ റിഡക്ഷൻ ഫോർമുലയിൽ വന്നതാണ്. 13 റിഡക്ഷൻ ഫോർമുലയുടെ പടമാണ്. ഇനി 14 സൈൻ ഓഫ് എ പ്ലസ് ബി. രണ്ട് ആംഗിൾ കൂട്ടുന്നതിൻ്റെ സൈൻ എടുക്കുന്നു. സൈൻ ഓഫ് എ പ്ലസ് ബി, എയും ബിയും രണ്ട് ആംഗിൾസ് ആണ്. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ ഓഫ് എ മൈനസ് ബി, ഇതേ കാര്യം തന്നെ ക്വസ്റ്റ്യനിൽ ഇടയ്ക്ക് മൈനസ് വന്നു ആംഗിളിൽ. അപ്പോൾ ഈ ആൻസറിൽ മൈനസ് വരുന്നേ ഉള്ളൂ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇപ്പോൾ രണ്ടെണ്ണം പഠിച്ചു. സൈൻ ഓഫ് എ പ്ലസ് ബി ഈസിക്കൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ ഓഫ് എ മൈനസ് ബി ഈസിക്കൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അടുത്തത് കോസ് ഓഫ് എ പ്ലസ് ബി ഈസിക്കൽ ടു, ഇതിൽ മുഴുവൻ കോസ് തന്നെ പിന്നെ സൈൻ തന്നെ. അങ്ങനെ ഇത് ഒന്നര വിട്ട് സൈനും കോസും ആയിരുന്നു ഈ രണ്ടെണ്ണം. ഇതങ്ങനെയല്ല, കോസ് തന്നെ പിന്നെ സൈൻ തന്നെ. ഇടയ്ക്ക് പ്ലസ് ഇട്ട് വന്നാൽ ഉത്തരത്തിൽ മൈനസും, ഇടയ്ക്ക് മൈനസ് ഇട്ട് വന്നാൽ ഉത്തരത്തിൽ പ്ലസ്സും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ പ്ലസ് ഇട്ട് വരുന്നതിന് പ്ലസ് തന്നെ, മൈനസ് ഇട്ട് വന്നതിന് മൈനസ് തന്നെ. അങ്ങനെയായിരുന്നു സൈൻ്റെ ഫോർമുല. പക്ഷേ കോസിൻ്റെ ഫോർമുലയിൽ ആംഗിൾ ഇടയ്ക്ക് പ്ലസ് ഇട്ട് വന്നാൽ RHSൽ അത് മൈനസ് ഇട്ടാണ്, ആംഗിളിൻ്റെ ഇടയ്ക്ക് മൈനസ് ഇട്ട് വന്നാൽ RHSൽ അത് പ്ലസ് ഇട്ടാണ്. കോസ് ഓഫ് എ പ്ലസ് ബി ഈസിക്കൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് ഓഫ് എ മൈനസ് ബി ഈസിക്കൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അങ്ങനെ അപ്പം 4 എണ്ണം പഠിച്ചു. നമുക്ക് 4 എണ്ണം ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. സൈൻ ഓഫ് എ പ്ലസ് ബി ഈസിക്കൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ ഓഫ് എ മൈനസ് ബി ഈസിക്കൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. കോസ് ഓഫ് എ പ്ലസ് ബി ഈസിക്കൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് ഓഫ് എ മൈനസ് ബി ഈസിക്കൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ടാൻ ഓഫ് എ പ്ലസ് ബി ഈസിക്കൽ ടു, അത് പ്ലസ് ആംഗിൾ ഇട്ട് വരുമ്പോൾ മോളിൽ പ്ലസ് താഴെ മൈനസ്, ആംഗിളിൻ്റെ ഇടയ്ക്ക് മൈനസ് ആണെങ്കിൽ മോളിൽ മൈനസ് താഴെ പ്ലസ്. ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്ക് ആംഗിളിൻ്റെ ഇടയ്ക്ക് പ്ലസ് ആണെങ്കിൽ മോളിൽ പ്ലസ് താഴെ മൈനസ്, ആംഗിളിൻ്റെ ഇടയ്ക്ക് മൈനസ് ആണെങ്കിൽ മോളിൽ മൈനസ് താഴെ പ്ലസ്. ടാൻ ഓഫ് എ പ്ലസ് ബി ഈസിക്കൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 - ടാൻ എ ടാൻ ബി. ടാൻ ഓഫ് എ പ്ലസ് ബി ഈസിക്കൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 - ടാൻ എ ടാൻ ബി. ടാൻ ഓഫ് എ മൈനസ് ബി ഈസിക്കൽ ടു ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 + ടാൻ എ ടാൻ ബി. ഇത് രണ്ടും സെയിം പോലെയാണ്. പക്ഷേ പ്ലസ്സിന് പ്ലസ് താഴെ മൈനസ്, മൈനസിന് മൈനസ് താഴെ പ്ലസ്, ഇത്രയേ ഉള്ളൂ. അങ്ങനെ 6 ഈ 6 പ്രധാനപ്പെട്ടത്. കോട്ട് ഓഫ് എ പ്ലസ് ബി കോട്ട് ഓഫ് എ മൈനസ് ബി അത്ര പ്രധാനപ്പെട്ടതല്ല, എങ്കിലും പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചോ. കോട്ട് ഓഫ് എ പ്ലസ് ബി
അപ്പോൾ ആംഗിളിനിടയ്ക്ക് പ്ലസ്, മോളി മൈനസ്, താഴെ പ്ലസ്, ആംഗിളിനിടയ്ക്ക് മൈനസ്, മോളി പ്ലസ്, താഴെ മൈനസ്, അങ്ങനെയാണ്. കോട്ട് എ കോട്ട് ബി -1 ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ. കോട്ട് എ കോട്ട് ബി -1 ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ. കോട്ട് ഓഫ് എ പ്ലസ് ബി ഈസ് ഇക്വൽ ടു കോട്ട് എ കോട്ട് ബി -1 ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ. കോട്ട് ഓഫ് എ മൈനസ് ബി ഈസ് ഇക്വൽ ടു കോട്ട് എ കോട്ട് ബി +1 ബൈ കോട്ട് ബി മൈനസ് കോട്ട് എ. അങ്ങനെ 14ാമത്തത് പഠിക്കണം. സൈൻ ഓഫ് എ പ്ലസ് ബി ഈസ് ഇക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ ഓഫ് എ മൈനസ് ബി ഈസ് ഇക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. കോസ് ഓഫ് എ പ്ലസ് ബി ഈസ് ഇക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് ഓഫ് എ മൈനസ് ബി ഈസ് ഇക്വൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ടാൻ ഓഫ് എ പ്ലസ് ബി ഈസ് ഇക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ടാൻ ഓഫ് എ മൈനസ് ബി ഈസ് ഇക്വൽ ടു ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. പ്രധാനപ്പെട്ട 6 ഞാൻ വായിച്ചിട്ടുണ്ട്. മറ്റേത് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ടാൻ π/4 പ്ലസ് എക്സ്. ചുരുക്കി പറഞ്ഞാൽ ടാൻ ഓഫ് എ പ്ലസ് ബി ഫോർമുല തന്നെയാണ്. എയുടെ സ്ഥാനത്ത് π/4 45 ഡിഗ്രി പ്ലസ് ബിയുടെ സ്ഥാനത്ത് എക്സ് എന്ന ആംഗിൾ വന്നേ ഉള്ളൂ. അപ്പോൾ ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി വെച്ച് തന്നെ ടാൻ π/4 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ π/4 ടാൻ എക്സ് ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ടാൻ π/4 ടാൻ 45 ഡിഗ്രി 1 ആണ് വില. അതുകൊണ്ട് ഇവിടെ 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്ന് വരുന്നു എന്ന് മാത്രം. 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ്. പ്ലസ് വരുമ്പോൾ മോളി പ്ലസ് താഴെ മൈനസ്, മൈനസ് വന്നപ്പോൾ മോളി മൈനസ് താഴെ പ്ലസ്. ഈ ഫോർമുല വെച്ചാണ് ഇത്. എ π/4 ആയി മാറി, ബി എക്സ് ആയിട്ട് മാറി. ഇതിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ ടാൻ π/4 ഈ 2 സ്ഥലത്ത് വരും. അവിടെ 1 ആയിട്ട് മാറുന്നു. ടാൻ 45 ഡിഗ്രി 1 ആയതുകൊണ്ട് ടാൻ π/4 മൈനസ് എക്സ് 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. ടാൻ π/4 പ്ലസ് എക്സ് 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സും. ടാൻ π/4 മൈനസ് എക്സ് 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സും. അടുത്തത് സൈനും സൈനും കൂട്ടിയാൽ, അങ്ങനെ പഠിക്കണ്ടേ, സൈനും സൈനും കൂട്ടിയാൽ 2 സൈൻ കോസ്. സൈനിൽ നിന്ന് സൈൻ കുറച്ചാൽ 2 കോസ് സൈൻ. കോസും കോസും കൂട്ടിയാൽ 2 കോസ് കോസ്. കോസിൽ നിന്ന് കോസ് കുറച്ചാൽ -2 സൈൻ സൈൻ. അങ്ങനെ പാട്ട് പാടിയാണ് പഠിക്കേണ്ടത്. സൈനും സൈനും കൂട്ടിയാൽ 2 സൈൻ കോസ്. സൈനിൽ നിന്ന് സൈൻ കുറച്ചാൽ 2 കോസ് സൈൻ. കോസും കോസും കൂട്ടിയാൽ 2 കോസ് കോസ്. കോസിൽ നിന്ന് കോസ് കുറച്ചാൽ -2 സൈൻ സൈൻ. സി ഡി ഇട്ടാണ് ഇത് പറയണത്. അപ്പോൾ കൂട്ടിയിട്ട് പകുതി, കുറച്ചിട്ട് പകുതി. അതായത് c+d/2 c-d/2. കൂട്ടിയിട്ട് പകുതി, കുറച്ചിട്ട് പകുതി, അങ്ങനെയാണ് എല്ലാത്തും. അപ്പോൾ സൈൻ സി പ്ലസ് സൈൻ ഡി. സൈനും സൈനും കൂട്ടിയാൽ 2 സൈൻ കോസ്. കൂട്ടിയിട്ട് പകുതി c+d/2, കുറച്ചിട്ട് പകുതി c-d/2. സൈൻ സി മൈനസ് സൈൻ ഡി. സൈനിന് സൈൻ കുറച്ചാൽ 2 കോസ് സൈൻ. കൂട്ടിയിട്ട് പകുതി, കുറച്ചിട്ട് പകുതി, അതായത് c+d/2 c-d/2. കോസും കോസും കൂട്ടിയാൽ 2 കോസ് കോസ്. കൂട്ടിയിട്ട് പകുതി, കുറച്ചിട്ട് പകുതി c+d/2 c-d/2. കോസിൽ നിന്ന് കോസ് കുറച്ചാൽ കോസ് സി മൈനസ് കോസ് ഡി -2 സൈൻ സൈൻ. കൂട്ടിയിട്ട് പകുതി, കുറച്ചിട്ട് പകുതി c+d/2 c-d/2. ഇനി അടുത്തത് ഇതേ കാര്യം തന്നെയാണ്. സിയുടെ സ്ഥാനത്ത് a+b, ഡിയുടെ സ്ഥാനത്ത് a-b ഒന്നേ ഉള്ളൂ. സൈനും സൈനും കൂട്ടിയാൽ 2 സൈൻ കോസ്. അത് തന്നെ. പക്ഷേ ഈ a+bയും a-bയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോൾ 2a ആണ് കൂട്ടുമ്പോൾ, ബി പോയി, /2 a വരുന്നു. കുറച്ചിട്ട് പകുതി എടുക്കുമ്പോൾ a+b മൈനസ് ഓഫ് a-b, മൈനസ് ഓഫ് കംപ്ലീറ്റ് a-b. അപ്പോൾ a പോയിട്ട് 2b വരുന്നു, പകുതി എടുക്കുന്നു b. അത് തന്നെയാണ്. പക്ഷേ ഈ രീതിയിൽ ചോദിച്ചാലും പെട്ടെന്ന് പറയാൻ പഠിക്കണം. സൈൻ ഓഫ് a+b പ്ലസ് സൈൻ ഓഫ് a-b. സൈനും സൈനും കൂട്ടിയാൽ 2 സൈൻ കോസ്. എയും ബിയുമാണ് അവിടെ ആംഗിൾ തന്നെ. സൈനിന് സൈൻ കുറച്ചാൽ 2 കോസ് സൈൻ. കൂട്ടിയിട്ട് പകുതി എ വരുന്നു, കുറച്ചിട്ട് പകുതി ബി വരുന്നു. കോസും കോസും കൂട്ടിയാൽ 2 കോസ് കോസ്.
കൂട്ടിയിട്ട് പകുതി a1, കുറച്ചിട്ട് പകുതി b1. കോസിന്ന് കോസ് കുറച്ചാൽ -2 സൈൻ. കൂട്ടിയിട്ട് പകുതി a1, കുറച്ചിട്ട് പകുതി b1. കൂട്ടുക എന്ന് പറഞ്ഞാൽ a + bയും a - bയും കൂടെ കൂട്ടുന്നു, പകുതി എടുക്കുന്നു. കൂട്ടുമ്പോൾ 2a1, പകുതി എടുക്കുമ്പോൾ a1. കുറയ്ക്കുന്നു a + b - a - b. എന്നിട്ട് നിങ്ങൾക്കറിയാം a ക്യാൻസലായിട്ട് 2b വരുന്നു, അതിൻ്റെ പകുതി b. അങ്ങനെ 17ഉം 16ഉം 15ഉം 14ഉം ഇപ്പം നമ്മൾ പഠിച്ചു. 11ഉം പഠിച്ചു. ഇത്രയും ഫോർമുല ഇങ്ങനെ പറഞ്ഞ് ചൊല്ലി പഠിക്കണം. 18 നമ്മൾ റിഡക്ഷൻ ഫോർമുല കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇനി 19ഉം 20ഉം കൂടി നോക്കാം. sin 2x ആംഗിൾ 2x ആയി മാറുന്നു. sin 2x 2 sin s cos s ആണ്. അതിന് വേറൊരു ഫോർമുലയും കൊണ്ടുണ്ട്, 2 tan x / 1 + tan square x ആണ്. നമ്മൾ ഒരേ എക്സ് തന്നെ, എക്സ് ഏതെങ്കിലും ഒരു ആംഗിൾ, എക്സ് 45 ഡിഗ്രി ആണെങ്കിൽ 2x 90 ഡിഗ്രി, സൈൻ 90 ഡിഗ്രി 2 സൈൻ 45 ഡിഗ്രി കോസ് 45 ഡിഗ്രി ആയിരിക്കും. ഇനി സൈൻ 60 ഡിഗ്രി, അപ്പോൾ 60 ഡിഗ്രി 2x ആയിട്ട് വന്നാൽ എക്സ് 30 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ 60 ഡിഗ്രിക്ക് ഒരു വിലയുണ്ട്, അത് 2 സൈൻ 30 ഡിഗ്രി കോസ് 30 ഡിഗ്രിയാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ, സൈൻ 60 ഡിഗ്രി √3/2, 2 സൈൻ 30 ഡിഗ്രി സൈൻ 30 ഡിഗ്രി 1/2, കോസ് 30 ഡിഗ്രി √3/2. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് സെയിം ആയിട്ട് വരും. അത് ശരിയായതുകൊണ്ട് ഒരു ഫോർമുല ആയിട്ട് വെച്ചിരിക്കുന്നു. സൈൻ 2x-ന് 2 ഫോർമുല, 2 സൈനസ് കോസസും 2 tan s / 1 + tan square x-ഉം. കോസ് 2x-ന് 4 ഫോർമുല, 4 ഫോർമുല ഈ താഴെ തടിയിരിക്കുന്ന 4 ഫോർമുല. കോസ് 2x-ന് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, 2 കോസ് സ്ക്വയർ എക്സ് -1, 1 - 2 സൈൻ സ്ക്വയർ എക്സ്, 1 - tan സ്ക്വയർ എക്സ് / 1 + tan സ്ക്വയർ എക്സ്. അങ്ങനെ 4 ഫോർമുലയാണ് കോസ് 2x-ന്. സൈൻ 2x-ന് 2 ഫോർമുല, കോസ് 2x-ന് 4 ഫോർമുല. കോസ് 2x-ന്റെ 4 ഫോർമുല ഏതൊക്കെയാണ്? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, 2 കോസ് സ്ക്വയർ എക്സ് -1, 1 - 2 സൈൻ സ്ക്വയർ എക്സ്, 1 - tan സ്ക്വയർ എക്സ് / 1 + tan സ്ക്വയർ എക്സ്. ടാൻ 2x-ന് ഒറ്റ ഫോർമുല, 2 tan x / 1 - tan സ്ക്വയർ എക്സ്. അത് ഈ കിടക്കുന്ന ഫോർമുല സൈൻ 2x-ൻ്റെ ഈ ഫോർമുലയുടെ സാമ്യമുണ്ട്. സൈൻ 2x-ൻ്റെ ഫോർമുലയിൽ ഡിനോമിനേറ്ററി പ്ലസ് ആണ്, കോസ് ടാൻ 2x-ൻ്റെ ഫോർമുലയിൽ ഡിനോമിനേറ്ററി മൈനസ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഈ സൈഡിൽ മുഴുവൻ കിടക്കുന്നത് 3 ഫോർമുലകളാണ്. ഒന്ന് സൈൻ 2x-ന് 2 ഫോർമുല, കോസ് 2x-ന് 4 ഫോർമുല, ടാൻ 2x-ന് 1 ഫോർമുല. ഒന്നുകൂടെ വായിക്കാം. സൈൻ 2x-ന് 2 ഫോർമുലകൾ, ഒന്ന് 2 സൈനസ് കോസസ്, ഒന്ന് 2 tan x / 1 + tan സ്ക്വയർ എക്സ്. കോസ് 2x-ൻ്റെ 4 ഫോർമുലകൾ, ഒന്ന് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, 2 കോസ് സ്ക്വയർ എക്സ് -1, 1 - 2 സൈൻ സ്ക്വയർ എക്സ്, 1 - tan സ്ക്വയർ എക്സ് / 1 + tan സ്ക്വയർ എക്സ്. ടാൻ 2x-ന് ഒരു ഫോർമുല, 2 tan x / 1 - tan സ്ക്വയർ എക്സ്. ഇനി 2x എന്നുള്ള ആംഗിൾ എക്സ് എന്ന ആംഗിൾ ആക്കുമ്പോൾ, പകുതിയാക്കുമ്പോൾ ഇവിടെ 2 ആംഗിളും പകുതിയാക്കിയാൽ മതി ഇവിടെയൊക്കെ. അപ്പോൾ സൈൻ എക്സ് എന്താണ്? 2 സൈൻ x / 2 കോസ് s/2, അല്ലെങ്കിൽ 2 tan x/2 / 1 + tan സ്ക്വയർ s/2. ഇത് 2x എക്സ് ആക്കുമ്പോൾ ഈ 2 സൈഡുകളിൽ ഈ സൈഡ് മുഴുവൻ x/2 ഇട്ടാൽ മതി 4 ഫോർമുലയിൽ. അപ്പോൾ കോസ് എക്സ് എന്താണ്? കോസ് സ്ക്വയർ s/2 മൈനസ് സൈൻ സ്ക്വയർ s/2, 2 കോസ് സ്ക്വയർ x/2 -1, 1 - 2 സൈൻ സ്ക്വയർ s/2, 1 - tan സ്ക്വയർ s/2 / 1 + tan സ്ക്വയർ s/2. ഈ ടാൻ 2x-ൻ്റെ ഈ ഫോർമുല 2x എന്ന ആംഗിൾ x ആക്കി മാറ്റുമ്പോൾ ഇങ്ങേ സൈഡ് x/2 ആയിട്ട് മാറണം. 2 tan x/2 / 1 - tan സ്ക്വയർ s/2. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ പഠിച്ച ഈ 3 ഫോർമുലകളും 2x മാറ്റി ആംഗിൾ പകുതിയാക്കുമ്പോൾ LHS-ൽ മാറ്റുമ്പോൾ RHS-ലും എക്സ് എന്ന ആംഗിൾ പകുതിയായിട്ട് s/2 ആയിട്ട് മാറുന്നു. അതാണ് 21 വരെയുള്ള ഫോർമുലയിൽ കണ്ടത്. 22 1 + cos 2x 2 cos square x ആണ്. 1 - cos 2x 2 sin square x ആണ്. ഇത്രയും പഠിക്കാനുള്ളൂ. 1 + cos 2x 2 cos square x, 1 - cos 2x 2 sin square x. ഈ ഫോർമുല വെച്ച് ഇത് എക്സ് ആക്കി മാറ്റുമ്പോൾ LHS-ൽ ആംഗിൾ പകുതിയാകുമ്പോൾ RHS-ൽ ആംഗിൾ പകുതി. 1 + cos x 2 cos square x/2, 1 - cos x 2 sin square s/2. ഇത് രണ്ടും പഠിക്കുക. 1 + cos 2x 2 cos square x, 1 - cos 2x 2 sin square x. ഇടയ്ക്ക് പ്ലസ് വരുമ്പോൾ 2 cos square x, ഇടയ്ക്ക് മൈനസ് വരുമ്പോൾ 2 sin square x.
ഈ ഫോർമുല LHSൽ പകുതിയാക്കുമ്പോൾ RHSലും പകുതിയാക്കാൻ ഇതറിയാമെങ്കിൽ ഒരു പാടുമില്ല. ഈ 22 നിന്നാണ് 23 ഉണ്ടായത്. കോസ് സ്ക്വയർ എക്സ് കാണാൻ 1 + cos 2s/2 ചെയ്താൽ മതി. ഈ 2 LHSലേക്ക് /2 ആയിട്ട് വരുന്നു. കോസ് സ്ക്വയർ എക്സ് കാണാൻ 1 + cos 2s/2. സൈൻ സ്ക്വയർ എക്സ് കാണാൻ ഈ 2 അടിയിലേക്ക് ഇടുക, 1 - cos 2s/2. 22 നിന്നാണ് 23 ഉണ്ടായത്. ഇവിടെ s/2 പകുതിയാക്കുമ്പോൾ ഇവിടെയും പകുതിയാക്കുക. അപ്പോൾ കോസ് സ്ക്വയർ x/2 എന്താണ്? 1 + cos x/2. സൈൻ സ്ക്വയർ x/2 ആംഗിൾ /2 ആകുമ്പോൾ 1 - cos x ആംഗിൾ പകുതിയാകുമ്പോൾ /2. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 22, 23 ഒക്കെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വരുന്നതാണ്. 1 + cos 2s 2 സ്ക്വയർ x, 1 - cos 2s 2 സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് കാണാൻ 1 + cos 2s മൊത്തം /2, സൈൻ സ്ക്വയർ എക്സ് കാണാൻ 1 - cos 2s മൊത്തം /2. 24 സൈൻ 3x ആംഗിളിട്ട് 3 ഫോർമുല. സൈൻ 3s 3 sin s - 4 sin ക്യൂബ് എക്സ്. സൈൻ എക്സ് മാത്രമേ അതിലുള്ളൂ. കോസ് 3sൽ കോസ് മാത്രമേ ഉള്ളൂ. ടാൻ 3xൽ ടാൻ മാത്രമേ ഉള്ളൂ. സൈൻ 3x 3 sin x - 4 sin ക്യൂബ് എക്സ്. കോസ് 3s 4 cos ക്യൂബ് എക്സ് - 3 cos x. ടാൻ 3s 3 tan x - tan ക്യൂബ് എക്സ് /1 - 3 tan സ്ക്വയർ എക്സ്. 24 കൊണ്ട് പഠിച്ച് നമുക്ക് നിർത്താം. സൈൻ 3x 3 sin x - 4 sin ക്യൂബ് എക്സ്. കോസ് 3x 4 cos ക്യൂബ് എക്സ് - 3 cos എക്സ്. ടാൻ 3x 3 tan x - tan ക്യൂബ് എക്സ് /1 - 3 tan സ്ക്വയർ എക്സ്. ടാൻ 3x 3 tan x - tan ക്യൂബ് എക്സ് /1 - 3 tan സ്ക്വയർ എക്സ്. നിങ്ങൾ ഒരുപാട് ഫോർമുല പഠിപ്പിച്ചെന്ന് വിചാരിക്കരുത്. ഇനിയുണ്ട് ഫോർമുല ഇഷ്ടംപോലെ പഠിക്കാനായിട്ട്. നിങ്ങൾ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി എന്നൊക്കെ പറയും. 35 ഫോർമുലയുണ്ട് പഠിക്കാൻ, എന്നിട്ടേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 35 ഫോർമുലയിൽ നമ്മൾ 24 ഫോർമുല വരെ എത്തിയത്. അപ്പോൾ സൈൻ 3x 3 sin s - 4 sin ക്യൂബ് എക്സ്. കോസ് 3s 4 ഇതാണ് ആദ്യം പറയുന്നത്. 4 cos ക്യൂബ് എക്സ് - 3 cos x. ഇതിൽ സൈൻ മാത്രം, ഇതിൽ കോസ് മാത്രം, ഇതിൽ ടാൻ മാത്രം. ടാൻ 3s 3 tan s - tan ക്യൂബ് എക്സ് /1 - 3 tan സ്ക്വയർ എക്സ്. 24, 23, 22, 21, 20, 19 ഇത്രയാണ് ഇവിടെ പഠിക്കേണ്ടത്. ഒത്തിരിയൊന്നും ഇല്ല. അത് ഒരെണ്ണത്തിൽ നിന്ന് മറ്റേത് കൊണ്ടുവരുന്നു. 17, 16, 15, 14, പിന്നെ മുകളിലൊരു 11. ഇത്രയും ഫോർമുല പഠിച്ച് നിങ്ങൾ വൈകുന്നേരത്തെ പരീക്ഷ എഴുതും.